വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ കാക്കോലി ദാസ് എന്ന് പറയുന്ന അവരുടെ എം പിയും അദ്ദേഹത്തിനൊപ്പമുള്ള ഏതാണ്ട് 20 പേരും കൂടി ഒരു നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പാർട്ടി ഉള്ളത് ബംഗ്ലാദേശിലാണ്, ഈ സിറ്റിസൺ പാർട്ടി എന്നൊക്കെ പറഞ്ഞ പാർട്ടി. ഏതാണ്ട് അതുപോലെ തന്നെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ആ പാർട്ടിയിലേക്ക് അവരൊക്കെ തന്നെ പോയി ലയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാത്ത ആ ഒരു പാർട്ടിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 20-ലധികം വരുന്ന എം പിമാർ ലോക്സഭയിലേക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൂടാതെ ഇനി ഏതാണ്ട് ഒരു 80ഓളം വരുന്ന MLA-മാർ ഇവരിലേക്ക് ലയിക്കുമോ അതോ വേറെ എന്ത് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയായി നിലനിൽക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് പാർട്ടി പോയിരിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാനിവിടെ പറയാൻ വന്നത്, ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ആ എല്ലാത്തിൻ്റെയും ആളുകളുടെ പാർട്ടിക്കകത്തുള്ള എല്ലാവരും തന്നെ അവരുടെ കുന്തമുനതിരിക്കുന്നത് അഭിഷേക് ബാനർജിക്കെതിരെയാണ്. കാരണം അഭിഷേക് ബാനർജിയുടെ പെരുമാറ്റവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡീലിങ്സും ഒക്കെ വളരെ അസഹനീയമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലെല്ലാമുള്ള എൻ്റെ ഏറ്റവും വലിയ ആശങ്കയും എൻ്റെ ഏറ്റവും വലിയ കാര്യവും നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോകുന്ന ആ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനല്ല. പകരം ഏറ്റവും പ്രധാനപ്പെട്ടത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കോടി രൂപ എവിടെ പോയി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മമതാ ബാനർജി ഒരു കാരണവശാലും പണം കൈകൊണ്ട് തൊടുമായിരുന്നില്ല. അപ്പോൾ മമതാ ബാനർജിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ രീതികൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആ രീതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ സ്ഥലങ്ങളിലുമുള്ള ചെറിയ ചെറിയ നേതാക്കൾ തന്നെ വലിയ തോതിൽ അഴിമതി നടത്തി പണം സമാഹരിക്കുകയും ആ സമാഹരിക്കുന്ന ആളുകളൊക്കെ തന്നെ അത് അവരുടെ കൈകളിലേക്ക് വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ തന്നെ ഇപ്പോൾ നാളെ ഒരു സമ്മേളനം നടത്തണം ജില്ലയിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയയിൽ ഒരു പ്രോഗ്രാം നടത്തണം എന്ന് പറഞ്ഞാൽ അവർ തന്നെ പണം കണ്ടെത്തും. എന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ നിന്നെടുത്ത പണം കൊണ്ടല്ല, അവർ വീണ്ടും പിരിക്കും, അങ്ങനെ പണം കണ്ടെത്തി പരിപാടികൾ നടത്തും എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ പണം ഈ പാർട്ടി ഇല്ലാതായി പോയാൽ ഇവരുടെയൊക്കെ കൈകളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ചെറിയ മുനിസിപ്പൽ കൗൺസിലർ മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ആളുകളൊക്കെ തന്നെ മമതാ ബാനർജിയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞ 15 കൊല്ലങ്ങൾ കൊണ്ട് വലിയ കോടീശ്വരന്മാരായിട്ടുണ്ട് എന്നുള്ളത് മറന്നുപോകരുത്. കൂടാതെ പാർട്ടിയുടെ പണമായി അവരുടെ കയ്യിലിരുന്ന പണമൊക്കെ അവർക്ക് തന്നെ കിട്ടും. ഇനി ഇതുകൂടാതെ അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ലോക്കൽ ഗുണ്ടകളുടെ അടക്കമുള്ള നിരവധി ക്ലബ്ബുകൾ, അതുപോലെ പ്രസ്ഥാനങ്ങൾ, ഇവർക്കെല്ലാം തന്നെ കോടിക്കണക്കിന് രൂപ ഓരോ കൊല്ലവും ബഡ്ജറ്റിൽ നിന്ന് വകയിരുത്തി അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ചില യുവജന പ്രസ്ഥാനങ്ങൾ അവർക്ക് ഈ പറഞ്ഞ പോലെ കളിക്കളങ്ങൾ അതിനൊക്കെ വേണ്ടി കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തിട്ടുള്ള കോടിക്കണക്കിന് രൂപയും നിരവധി ആളുകളുടെ കൈകളിലേക്കുണ്ട്. യഥാർത്ഥത്തിൽ അതെല്ലാം തന്നെ ഗവൺമെൻറ് തന്നെ ഇവർക്ക് പണം കൊടുക്കുകയാണ്. ആ പണം കൊടുക്കുന്നത് പാർട്ടി പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പണമായി അവർ റിസർവായി അവരുടെ കൈകളിൽ വെക്കുകയായിരുന്നു. ഇനി ഇതും കൂടാതെ പാർത്ഥ ചാറ്റർജിയെ പോലെയുള്ള നിരവധി ആളുകളെ നമുക്കറിയാം. അവരെല്ലാവരും തന്നെ ഒരു തവണ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സീരിയൽ നടിയുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒരു വലിയ ഫ്ലാറ്റിൽ, ആ ഫ്ലാറ്റിൻ്റെ ഒരു മുറിയിലെ ഒരു മൂലക്ക് 21 കോടി രൂപ പണമായി വെറുതെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കായിരുന്നു. എന്നാൽ ചാക്കി പോലും കിട്ടിയിട്ടില്ല, ഒരു പ്ലാസ്റ്റിക് കവർ പോലും വെച്ചിട്ടില്ല. വളരെ വെറുതെ ഒരു സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അടിച്ചു വാരിയിട്ടൊക്കെ കൂട്ടിയിടുന്ന ചവർപ്പൻ ചവറൊക്കെ കൂട്ടിയിടുന്ന പോലെ വെറുതെ ഇങ്ങനെ കൂടിക്കിടക്കായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപ ആരുടെ കയ്യിലാണ്, ഇനി അവരൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം അവർക്ക് തന്നെ എടുക്കാം. ഇനി ഇതും പോട്ടെ, ഇതിനേക്കാൾ വലിയൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ തന്നെ ആയിരക്കണക്കിന് കോടികൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ അതിൽ എത്ര ചിലവാക്കിയിട്ടുണ്ട്, എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റാൻ തീരുമാനിക്കുമ്പോൾ അതിലേറ്റവും ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. സ്വാഭാവികമായിട്ടും 12,000 കോടി രൂപയിൽ വന്നതിൽ 47% കിട്ടിയത് BJPക്കാണ്. BJPയുടെ കയ്യിൽ 6,000-ലധികം കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി വലിയ കമ്പനികളൊക്കെ തന്നെ സംഭാവനയായി കൊടുത്തിരുന്നത്. സംഭാവനയായിട്ടും അതുപോലെ ഭീഷണിപ്പെടുത്തിയൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന പണം അതാണ്. അത് അവരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. 1000 ചില്ലാൻ കോടി രൂപയാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഏതാണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു 10-15 കോടിയേറ്റ കുറവ് വരുള്ളൂ. ഒരു സ്റ്റേറ്റ് മാത്രം ഭരിക്കുന്ന മമതാ ബാനർജിയുടെ പാർട്ടിയുടെ കൈകളിലും ഈ കോടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിയമപരമായി അവർ ആയിരക്കണക്കിന് കോടി രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി ഇലക്ട്രൽ ബോണ്ടൊക്കെ വഴി മേടിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പറയുന്ന അതിൻ്റെ 5 ഇരട്ടിയെങ്കിലും നിയമപരമല്ലാതെയായി മറ്റുള്ളവരുടെ കൈകളിൽ സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടി മാത്രമല്ല മമതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന
ആയിരക്കണക്കിന് കോടി രൂപ കൂടിയാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്. പാർട്ടിയുടെ അക്കൗണ്ടുകളിൽ നിന്ന് തീർച്ചയായിട്ടും ആ പണമൊന്നും അധികം പിൻവലിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ശിഷ്ടമുള്ള കോടികളൊക്കെ തന്നെ ഇതുപോലെ പാർട്ടി തങ്ങളിലേക്ക് ഒതുക്കിയിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. എന്ന് പറഞ്ഞാൽ ഈ മമതാ ബാനർജിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം പാർട്ടിയും സ്വന്തം അണികളും അല്ലെങ്കിൽ സ്വന്തം എം പിമാരും സ്വന്തം രാജ്യസഭ എം പിമാരും അതുപോലെ MLA മാരും മാത്രമല്ല, നഷ്ടപ്പെട്ടത് അവരെ അടപടലം തകർക്കുന്ന കോടികൾ കൂടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ മമതാ ബാനർജിയെ സംബന്ധിച്ചോളം ഈ കോടികളുടെ ഒന്നും ആർഭാടത്തിൽ അവരൊരിക്കലും വീണു പോയിട്ടില്ല. സാധാരണ ഒരു വള്ളിച്ചെരിപ്പുമിട്ട് ഏറ്റവും വില കുറഞ്ഞ സാരി കൊടുത്താണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് അവരതുകൊണ്ട് പെട്ടെന്നൊന്നും ഈ പറയുന്ന പോലെ കോടികൾ പോയതുകൊണ്ട് ആകെ വലിയ തോതിൽ ഷോക്കേറ്റവർ മിണ്ടാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ 71 വയസ്സുണ്ട് എന്ന് പറയുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ തീർച്ചയായിട്ടും തിരിച്ചു വരാൻ വേണ്ടി അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. അതിലുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകം 40.8% വോട്ടുകൾ ഇത്തവണയും അവിടെ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയെന്ന് പറഞ്ഞാൽ കാകോലി ദാസിനെ കൊണ്ടിട്ടോ സുബ്രതോ ബാനർജിയെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളെ കണ്ടോ അവർക്ക് കിട്ടിയേക്കുന്ന വോട്ടല്ല. ആ വോട്ടുകൾ കിട്ടിയത് മുഴുവൻ മമതാ ബാനർജിയെ കണ്ടുകൊണ്ട് തന്നെയാണ്. അത് പിടിച്ചു നിർത്താൻ, സംഘടനയെ പിടിച്ചു നിർത്താൻ എത്രത്തോളം കഴിയും, ആ വോട്ടുകളുടെ അടിസ്ഥാനം പിടിച്ചു നിർത്താൻ എത്രത്തോളം കഴിയുമെന്നുള്ളതാണ് വളരെ ടഫാണ്. കാരണം പാർട്ടിയും MLA മാരും MP മാരും അധികാരവും മാത്രമല്ല, പകരം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞത് ഒരു 5000 കോടി രൂപയിലധികമെങ്കിലും മമതാ ബാനർജിയുടെ കൈപ്പിടിയിൽ നിന്നും അഭിഷേക് ബാനർജിയിൽ നിന്നും നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.